മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ 2 പ്രാവശ്യം കേൾക്കേണ്ടി വരും. 4 വ്യത്യസ്ത കാര്യങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എല്ലാത്തിനെയും കൂടി ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒരു കാര്യം ഇനി ഞാൻ എണ്ണി പറയുന്നില്ല, ഓരോന്നായിട്ട് പറയാം. പണ്ട് 5-6 മാസം മുമ്പ് യൂട്യൂബിൽ ഒരു അനിമൽ പ്ലാനറ്റ് ചാനലിൽ നിന്ന് വന്നൊരു സാധനം അപ്ലോഡ് ചെയ്തത് കണ്ടു. കുറച്ച് പ്രായമായ ഒരു പോത്ത്, വലിയ ശരീരം, ഇന്ന് ഓടാനും വയ്യ, വലുതായിട്ട് നടക്കാനും വയ്യ. അതിനെ 5-6 കഴുതപ്പുലികൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചു. 5-6 കഴുതപ്പുലികൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചു. അത്രയും വലിയ ശരീരമുള്ള കാട്ടുപോത്തിന് മുമ്പോട്ട് നടക്കാനും വയ്യ, ഇതുങ്ങളെ എതിർക്കാനും വയ്യ. അതിങ്ങനെ ദീനമായിട്ട് കരയുന്നു, ഉറക്കെ കരയുന്നു. ഈ കഴുതപ്പുലികൾ അതിനെ കടിച്ച് കീറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ പോത്ത് മറിഞ്ഞു വീണു. പിന്നെയും കരയുന്നുണ്ടായിരുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് മാറണില്ല. ഞാനത് യൂട്യൂബിൽ പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരം യൂട്യൂബിൽ വേറൊരു കാഴ്ച കണ്ടു. അതേപോലൊരു കാട്ടുപോത്തിനെ പെൺസിംഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കുന്നത്. ആ പോത്തിന് കുറച്ച് ശക്തിയുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുടഞ്ഞും കാലുകൊണ്ട് ചവിട്ടിയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പറ്റിയില്ല. എന്നാലും ഒരു സിംഹി കഴുത്തിൽ പിടിച്ചിട്ടുണ്ട്, ഒരെണ്ണം പുറകിൽ കടിച്ചിട്ടുണ്ട്, ഒരെണ്ണം വാലിൽ കടിക്കുന്നുണ്ട്, കാലിൽ 6-7 എണ്ണം ഒരുമിച്ച് കടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടൊരു 10-20 കാട്ടുപോത്തുകൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. 7 മിനിറ്റ് 25 സെക്കൻഡുള്ള വീഡിയോ ആണത്. ആ കാട്ടുപോത്തുകൾ വളരെ സ്പീഡിൽ വന്നിട്ട് ഓരോ സിംഹത്തിനായിട്ട് അങ്ങ് കുത്തി മലർത്തി, അതിനാ കൊമ്പുകൊണ്ട് കുത്തി അങ്ങോട്ട് തെറിപ്പിക്കുന്ന കാണുന്ന കാഴ്ച ചിന്തിക്കാൻ പോലും പറ്റില്ല. സിനിമയാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോഡലിംഗ് ആണോ എന്ന് വരെ നമുക്ക്, അനിമേഷൻ ആണോ എന്ന് വരെ തോന്നിപ്പോകും. അങ്ങനെയല്ല ഈ കാട്ടുപോത്തിനെ മറ്റ് കാട്ടുപോത്തുകൾ രക്ഷിച്ചു. എല്ലാ സിംഹങ്ങളും മാറിപ്പോയി. നിർഭാഗ്യവശാൽ ഇതിലെ ഒരു കാട്ടുപോത്ത് റോഡിന്റെ അപ്പുറത്ത് കൂടെ 2-3 വണ്ടികൾ റോട്ടിൽ നിൽക്കുന്നുണ്ട്. അവരാണ് ഇതിന്റെ വീഡിയോ എടുക്കുന്നത്. ഈ വണ്ടിയുടെ ഇപ്പുറത്ത് കൂടെ ഒരു കാട്ടുപോത്ത് പോയപ്പോൾ ഒരു വലിയ സിംഹം, ആൺസിംഹം, ആ കാട്ടുപോത്തിനെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഒരു വലിയ കാട്ടുപോത്ത് അപ്പുറത്തേക്ക് പോയിട്ട് ആ സിംഹത്തിനെ നിലം തൊടിക്കാത്ത വിധത്തിൽ കുത്തി മലർത്തി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നൊരു കാഴ്ച കണ്ടു. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി. പോത്തുകൾ പോലും മാറ്റത്തിന് വിധേയമാകുന്ന ഒരു കാഴ്ച. നമ്മൾ പറയാറില്ലേ പോത്തിന്റെ ജന്മമാണോ എന്ന്. അങ്ങനെ പോത്തിലുള്ള മാറ്റം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വേറൊരു വിഷയം പറയാം. നമ്മുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം വന്നു, വളരെ റിച്ചായിട്ടുള്ള കുടുംബമല്ല, ഹോസ്പിറ്റലൈസ് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി സർജറി വേണമെന്ന് പറഞ്ഞു. അതിന് 2 ലക്ഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷമോ വേണം. ആ ഒരു സമയത്ത് 1 ലക്ഷം 1.5 ലക്ഷം ഉണ്ടാക്കാനായിട്ട് ആ ബന്ധുവിൻ്റെ വളരെ വേണ്ടപ്പെട്ടവർ പെടുന്ന ഒരു ടെൻഷൻ ഉണ്ട്. രോഗിയുടെ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടി പാടുപെടുന്ന, ആ കാശുണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നവന്റെ അവസ്ഥ അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, പലതും ഉണ്ടാവാമെങ്കിൽ പോലും പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട് പെടുന്ന പാട്. ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, വളരെ പ്രായമായ പോത്തിൻ്റെ. 2, പോത്ത് സമൂഹം പ്രതികരിച്ചതിൻ്റെ. 3, ഈ ആശുപത്രിയിൽ സർജറിക്ക് വേണ്ടിയിട്ട് പോകുന്ന, അടുത്തവന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുന്നവന്റെ ടെൻഷൻ. ഇനി 4, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അടുത്ത കാലത്ത് ഒരു അമ്പലത്തിലെ പ്രഭാഷണം നടത്തി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പട്ടാളക്കാരനെ പരിചയപ്പെടുത്തി. ഞാൻ തൊഴുതു. ആ പട്ടാളക്കാരൻ ഇങ്ങനെ വികാരത്തിൽ നിൽക്കാൻ
ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. സാറേ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഏതാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്താൻ പോകുന്ന സമയത്തുള്ള ടെൻഷൻ മാതിരിയാണ്. സാർ, ആൺകുട്ടികൾ ഉണ്ടാവണമെങ്കിൽ കാളയിറച്ചി കഴിക്കണമെന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ സാറേ. വേറെ ചില മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഹിന്ദു ദൈവങ്ങളെല്ലാം ഇന്ത്യയിൽ ജനിച്ചത്, എന്താണ് ഹിന്ദു ദൈവങ്ങൾക്കൊക്കെ ഇന്ത്യക്കാരുടെ പേര്, എന്തുകൊണ്ടാണ് 10 അവതാരങ്ങളും ഇന്ത്യയിലുണ്ടായത്? ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയുക സാറേ? എനിക്ക് വിഷമം തോന്നിയതാണ്. ഉത്തരം കൊടുക്കണോ വേണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ആലോചിച്ചു. വാട്സപ്പിൽ കുറേ പേര് ഇതേ ചോദ്യം എനിക്ക് അയച്ചിട്ടുണ്ട്. ആ കാളയിറച്ചി തിന്നാൽ ആൺകുട്ടികൾ ഉണ്ടാവുമെന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഹിന്ദുക്കൾക്ക് കാളയിറച്ചി തിന്നാൽ എന്താണ് എന്ന ചോദ്യം ഗോപാലകൃഷ്ണൻ സാറിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. 10 അവതാരങ്ങളും ഇന്ത്യയിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ദേവതമാർക്കൊക്കെ ഹിന്ദു പേരുകൾ വരാൻ കാരണം എന്താണ്? എനിക്ക് വിജയൻ സാറ്, പിണറായി വിജയൻ സാറ് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഞാൻ ആ വാക്ക് ആവർത്തിക്കണില്ല. ഇത്രയും ലെവലിലേക്ക് ഹിന്ദുക്കൾ താഴ്ന്നല്ലോ. തിരിച്ചൊരു ചോദ്യം ചോദിച്ചൂടെ? മുസ്ലിങ്ങളാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ തിരിച്ചു ചോദിച്ചൂടെ? മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് ആണായത്? മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ജനിച്ചത്? പകരം ഇവിടെ പൊന്മുടിയിൽ ജനിച്ചാൽ പോരായിരുന്നോ? മുഹമ്മദ് നബി എന്തിനാ 11 കെട്ടിയത്? 5 കെട്ടിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ പ്രവാചകൻ എന്തിനാ അറബിയിൽ എഴുതിയത്? സംസ്കൃതത്തിൽ എഴുതിയാൽ പോരായിരുന്നോ? പ്രവാചകൻ എന്തിനാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയത്? പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് ഓടിപ്പോയാൽ പോരായിരുന്നോ? ഇങ്ങനെ പ്രവാചകന് മാത്രം ദൈവവിളി ഉണ്ടായി. അത് പ്രവാചകന് മാത്രം ഉണ്ടായത് എന്തുകൊണ്ടാണ്, ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചുകൂടായിരുന്നോ? അത് ഇനി ക്രിസ്ത്യാനികളാ ചോദിച്ചതെങ്കിൽ ദൈവം കന്യാമറിയത്തിൽ തന്നെ ദിവ്യ ഗർഭം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? കൊട്ടിയൂരിലെ അച്ഛനെ പോലെ വേറെ ആരും സ്ത്രീകളില്ലായിരുന്നോ? അത് മാത്രമല്ല, എന്തുകൊണ്ട് ആദത്തിനെ ആദ്യം ഉണ്ടാക്കി, അവയെ ആദ്യം ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഈ ആദം എന്ന് പറയുന്ന ആണിന്റെ വാരിയിലെടുത്ത് തന്നെ വേണ്ടിയിരുന്നോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇസ്രായേലിലാവാൻ കാരണം എന്താ? ഇവിടെ ഹൈദരാബാദിലായിക്കൂടായിരുന്നോ? മൂന്നാറിലായിക്കൂടായിരുന്നോ? ഏദൻ തോട്ടത്തിലൂടെ ദൈവം നടന്നു. അതെന്തിനാ ഏദൻ തോട്ടത്തിൽ പോയത്? ഇവിടെ ചാണ്ടിഗഡിലൂടെ നടന്നാൽ പോരായിരുന്നോ? ചപ്പാത്തി എന്താ വട്ടത്തിലുള്ളത്? അത് സ്ക്വയറായിട്ടായിക്കൂടായിരുന്നോ? ഉരുളക്കിഴങ്ങ് എന്താ ഉരുണ്ടതായിട്ടുള്ളത്? അത് നീളത്തിലായിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ ഇലയുടെ രൂപത്തിലായിക്കൂടായിരുന്നോ? പശുവിനെന്താ 4 കാല്, മനുഷ്യന് 2 കാലല്ലേ ഉള്ളൂ? 2 കാല് പോരായിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലുമൊക്കെ പടച്ചു വിടുമ്പോ അതില് ആദ്യത്തെ പോത്തിനെ പോലെ നിന്നുകൊടുത്ത് കരയാനുള്ള കുറെ ഹിന്ദു ജനത, പോത്തില് പോലും മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഹിന്ദുവിൽ മാറ്റം ഉണ്ടായിട്ടില്ല. വികാര തീവ്രമായിട്ട് ഇതിന്റെ ഉത്തരം കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ചിലര്, ആ വികാര തീവ്രത എങ്ങനെയാ? മകനോ മരുമകൾക്കോ ഹാർട്ട് സർജറി നടത്താൻ വേണ്ടി കാശുണ്ടാക്കാൻ പോകുന്നവന്റെ വികാരത്തോടുകൂടിയാണ് ചോദിക്കുന്നത്. ശരിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ചിലരെ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, അതാ ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് പറ്റിയത്. തിരിച്ചൊന്നും ചോദിക്കാതെ ഏതോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവ് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഡാഷുകൾ ഹിന്ദുക്കളിൽ ഉണ്ടെന്നുള്ളത് വേദനാജനകമാണ്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ധർമ്മത്തോടും ഈ 15 വർഷമായിട്ട് രാപ്പകലില്ലാതെ 365 ദിവസവും ഈ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രയോജനമില്ലായ്മയാണ് വികാരത്തോടുകൂടി കാളയിറച്ചി തിന്നാൽ ആണുണ്ടാവുന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിവരണവും അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട പട്ടാളക്കാരനും ഇറങ്ങിപ്പുറപ്പെട്ട ചില ഹിന്ദു യുവാക്കളും. നിങ്ങളൊക്കെ എന്താ പറയുക മക്കളെ? എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാനുള്ളത് പ്രണാമം, നമസ്കാരം.